സാധാരണയായി നമ്മൾ പറയാറില്ലേ നേഴ്സുമാരെന്നത് ഭൂമിയിലെ മാലാഖമാരാണെന്ന്. എന്നാൽ അതിനൊക്കെ തന്നെ അത് കേവലം ഒരു പ്രയോഗമല്ല എന്നും തെളിയിച്ച ഒരാളെ തേടിയാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ജില്ലാ ജനറൽ ആശുപത്രിയിൽ അത്തരമൊരു കാഴ്ചയ്ക്ക്, ഒരു അത്യപൂർവ കാഴ്ചയ്ക്ക് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്. അവിടെ ഒരു ആസാം സ്വദേശിനി അവിടെ ചികിത്സയിലിരുന്നിരുന്നു. അങ്ങനെ അവർ മരണപ്പെട്ടു പോയി. ഇന്ന് വളരെ നിർഭാഗ്യവശാൽ അവർ മരണപ്പെട്ടു പോയി. അവരുടെ ഒരു വെറും 37 ദിവസം പ്രായമുള്ള കുഞ്ഞ് അമ്മയുടെ മൃതദേഹത്തിന് അടുത്തിരുന്ന് വാവിട്ട് കരയുന്ന, വിശന്ന് കരയുന്ന ഒരവസ്ഥ കണ്ട് സ്വമനസാലെ അവിടെ എത്തി കുഞ്ഞിന് പാല് നൽകിയ ആ മാതൃസ്നേഹത്തിന് മാതൃകയായി മാറിയ അവിടുത്തെ ആശുപത്രിയിലെ നേഴ്സിംഗ് ഓഫീസർ മെറിൻ ബെന്നി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സിസ്റ്റർ, എങ്ങനെയായിരുന്നു അന്നുണ്ടായത്? അന്ന് ഞാൻ ഈവനിങ് ലേബറിൽ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമുക്ക് ലേബറിലേക്ക് നമ്മുടെ നഴ്സിംഗ് ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു. ഇങ്ങനെ ഒരു അമ്മ മരിച്ചൊരു കുഞ്ഞുണ്ട്, പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞ് വിശന്നിട്ട് കരയുന്നുണ്ട്. അപ്പം ലേബറിൽ ഏതെങ്കിലും മദറിനോട് ഫീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് കോൾ വന്നത്. അപ്പം കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ചോദിച്ചു, എടി നിനക്ക് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഞാൻ കൊടുക്കാം, അതിനിപ്പോൾ എന്താന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, എന്നിട്ട് ഒന്നുകൂടെ ചോദിച്ചു, ഞാൻ കൊണ്ടുവരാൻ പറയട്ടെ, കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പറഞ്ഞു, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് ലേബറിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ലേബറിലിരുന്ന് നമ്മളിവിടെ റൂമിലിരുന്നിട്ട് ഫീഡ് ചെയ്തു. അതാണ് അന്ന് സംഭവിച്ചത്. പിന്നീട് കുഞ്ഞിന് വസ്ത്രമൊക്കെ മാറ്റി കൊടുത്തത് വേറെ സ്റ്റാഫായിരുന്നു കൊടുത്തത്. അവരാണ് മാറ്റി പുതിയ വസ്ത്രമൊക്കെ ഇട്ട് അവരുടെ പാരൻസിന്, അച്ഛനെ ഏൽപ്പിച്ചത് വേറെ സ്റ്റാഫായിരുന്നു. നമ്മുടെ അടുത്ത് ഫീഡ് ചെയ്ത് കുഞ്ഞിനെ ഉറക്കിയിട്ടാണ് ഞാൻ കൊടുത്തത്. ഉറങ്ങി അങ്ങനെ അവരിവിടുന്ന് പോയി. പിന്നീട് കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. നമ്മുടെ PROയോട് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർ രാവിലെ ആസാമിൽ എത്തിയിട്ടുണ്ടാവും. അവർ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞ് എത്തിയെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് വീട്ടിലോട്ട് പിന്നെയും കുറേ ദൂരമുണ്ട്. അവരങ്ങനെ ട്രാവലിങ്ങിലാണ്, വീട്ടിലെത്തിയിട്ടില്ല, ആസാമിലെത്തിയെന്ന് പറഞ്ഞിരുന്നു അന്ന് പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള മാതൃകകളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരേണ്ടത്. കാരണം മാലാഖമാരെന്ന് നമ്മൾ എപ്പോഴും പറയുന്ന നഴ്സുമാർ ഇപ്പോൾ പുതിയൊരു മാതൃക കൂടി ഇപ്പോൾ ഇവിടെ തീർത്തിരിക്കുകയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മാതൃസ്നേഹത്തിൻ്റെ പുതിയൊരു മാതൃക. അത്തരത്തിൽ കുഞ്ഞുങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് അനാഥരായി പോകുന്നൊരു സാഹചര്യത്തിൽ ചേർത്ത് പിടിക്കാൻ ഇതുപോലുള്ള അമ്മമാർ നമ്മുടെ നാട്ടിൽ ഇനിയും വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്. സാരം കണ്ടു നമുക്കിപ്പോൾ സാരംഗ് ഒരു അമ്മയുടെ മനസ്സ് അല്ലേ, അത് വേറെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് മനസ്സിലാവും ഒരു കുഞ്ഞ് കരയുന്നത് എന്തിനാണ്, ആ കുഞ്ഞിന് എന്താണ് ആ സമയത്ത് വേണ്ടത്, എന്ത് സ്നേഹമാണ് വേണ്ടതെന്നറിയാം. എന്തായാലും ആ നഴ്സിലെ അമ്മ അതുപോലെ തന്നെ പ്രവർത്തിച്ചു. ആ കുഞ്ഞ് എന്തായാലും അസമിലാണെങ്കിൽ എവിടെയായാലും സുരക്ഷിതമായിരിക്കട്ടെ. ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷം അല്ലേ അറിയാനും കൂടി ഇടവരട്ടെ ഇങ്ങനെയൊക്കെ ഒരു ജീവിതാനുഭവങ്ങളും ആ കുഞ്ഞിനും ഉണ്ടായിരുന്നു. എന്തായാലും മെറിൻ സിസ്റ്ററിന് എല്ലാ സ്നേഹവും അറിയിക്കുകയാണ്. പറയൂ സിസ്റ്ററിനെ കുറിച്ച്. മാതൃത്വത്തിന്റെ സമാനതകളില്ലാത്ത ഒരു മാതൃക എന്ന് തന്നെ നമ്മൾക്ക് കാസർഗോഡ് നടന്ന ഈ സംഭവത്തെ കൃത്യമായി വിശേഷിപ്പിക്കാനാവും. കാരണം ഒരമ്മ മറ്റൊരമ്മയിൽ ജനിച്ച കുഞ്ഞിന് അവരുടെ മുലപ്പാൽ, സ്വന്തം കുഞ്ഞിന് വെച്ച മുലപ്പാൽ പകുത്തു കൊടുക്കുക എന്ന് പറയുന്നതിലും വലിയ ഒരു കാര്യം മറ്റൊന്നില്ല. അതോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു നഴ്സാണ്, അതുമാത്രമല്ല എത്രയോ കാലമായിട്ട് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, കുറെ രോഗികളുടെ സങ്കടവും വിഷമവും ഒക്കെ കാണുന്ന ഒരാളാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ സിസ്റ്റർ ഇതുപോലെ തന്നെ ആശുപത്രിയിൽ പോസ്റ്റിംഗ് ലഭിക്കുന്നതും അവിടെ പിന്നീട് കാര്യമായിട്ടുള്ള ചുമതലകളൊക്കെ തന്നെ വഹിക്കേണ്ടി വരുന്നത് ലേബർ വാർഡും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പുകളിലൊക്കെയാണ്. അപ്പൊ അത്തരത്തിൽ ഗർഭിണികളായ സ്ത്രീകളുടെ വേദനയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കരച്ചിലും കുഞ്ഞുങ്ങളുടെ വിശപ്പും വേദനയും ഒക്കെ തന്നെ ഇവർ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് സിസ്റ്റർക്ക് തോന്നുന്നത്, കാരണം ഇത്തരത്തിൽ ഒരു കുഞ്ഞ് വിശന്ന് കരയുകയാണ് എന്നുള്ളൊരു വിവരം കേട്ട സമയത്ത് തന്നെ തന്റെ കുഞ്ഞിനെ സമാനമായിട്ടുള്ളൊരു കുഞ്ഞാണല്ലോ ഇത്, ഒരു കുഞ്ഞു പെൺകുഞ്ഞാണല്ലോ, അതുകൊണ്ട് കുഞ്ഞിന് വിശപ്പ് മാറ്റാനുള്ള ഒരു ഉപായം പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് സിസ്റ്റർ തീരുമാനിക്കുന്നത്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞിന്റെ അമ്മയുടെ ഈ ആസാം സ്വദേശിയായിട്ടുള്ള കുഞ്ഞിന്റെ അമ്മയുടെ മൃതദേഹം ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞ് വിശന്ന് കരയാണ്. അപ്പൊ ആ സമയത്ത് അധികൃതരാകെ പതറിപ്പോവാണ്. കാരണം കുഞ്ഞിനൊപ്പം അച്ഛൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞാണെങ്കിൽ മുലപ്പാൽ മാത്രം കുടിക്കുന്ന പ്രായമായിട്ടുള്ളൂ, കേവലം 37 ദിവസം മാത്രമേ പ്രായമുള്ളൂ. അങ്ങനെ ഒരു സമയത്ത് എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ എല്ലാവരും നിസ്സഹായരായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആർക്കൊരു ഉപായം തോന്നുന്നത്. കാരണം ഇങ്ങനെ ലേബർ വാർഡിലേക്ക് വിളിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്മമാരിങ്ങനെ പാല് കൊടുത്താൽ നന്നായിരുന്നു, ഒരു വലിയ പുണ്യപ്രവർത്തിയാണ് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്താണ് പെട്ടെന്ന് അമ്മമാരൊന്നും തയ്യാറാവുന്നില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ സിസ്റ്ററിന് ഇങ്ങനെ തോന്നുന്നത്, ഞാൻ പാല് കൊടുത്താലോ എന്ന് തോന്നുന്നത്. അങ്ങനെ പാല് കൊടുത്തു. അതിനുശേഷം കുഞ്ഞിനെ പാല് കൊടുത്തു, താരാട്ട് പാടി ഉറക്കി
അതിനുശേഷം വസ്ത്രം വരെ മാറ്റിയതിനു ശേഷമാണ് കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്തേക്ക് അവർ തിരിച്ചു കൈമാറിയത്. ഇപ്പോൾ എന്തായാലും കുഞ്ഞിന്റെ അമ്മയുടെ മൃതദേഹവുമായിട്ട് കുഞ്ഞും അച്ഛനും ഇപ്പോൾ ആസാമിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിലുള്ള മാതൃകകളൊക്കെ തന്നെ നമ്മൾക്ക് ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. കാരണം കേവലം മാതൃകകൾ അല്ലെങ്കിൽ ഒരു പ്രയോഗം മാത്രമായി പോകരുതല്ലോ. ഇത്തരത്തിൽ ഭൂമിയിലെ മാലാഖമാരെന്നൊക്കെ തന്നെ നമ്മൾ നഴ്സുമാരെ വിശേഷിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അപൂർവം ഇത്തരത്തിലുള്ള മറ്റു പല അനുഭവങ്ങളും പലർക്കും ഉണ്ടാവുമെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും ഇത്രയും ത്യാഗവും അതുപോലെ തന്നെ അത്രയും മനസ്സലിവുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലല്പം കരുണയും കാരുണ്യവും ഒക്കെ തന്നെ ഇത്തരത്തിൽ നിലനിർത്തണം. സിസ്റ്റർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സ്നേഹനിർഭരമായി ആ ജോലി തുടരാൻ കഴിയട്ടെ, ആ കുഞ്ഞും സന്തോഷമായിരിക്കട്ടെ അല്ലേ. ഇനി അസമിലൊക്കെയാണ് എന്താണ് അവരുടെ ജീവിതം നമുക്കറിയില്ലെങ്കിലും സന്തോഷമായിരിക്കട്ടെ. ശരി സാരംഗ്.